നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. എല്ലാ ശനി ഞായറും കലയരങ്ങ് ആഘോഷിക്കുന്ന നമ്മൾ ഇന്ന് ശനിയാഴ്ച ഞാനൊരു സാധാരണ ഞാൻ പാചകക്കുറിപ്പാണ് ഇടാറ്. ഇന്നും അങ്ങനെ ഒന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാചകമാണ്. എന്നെ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ മാലതി വാര്യർ, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മാലതി ചേച്ചി. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ്. ചമ്മന്തി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പ്രായമായിട്ടുള്ളവർക്ക് ഇത്തിരി രുചിക്കുറവൊക്കെ ഉള്ളവർ എപ്പോഴും പറയുക, ഇതൊക്കെ എന്ത് കൂട്ടാൻ, ഒന്നിനൊരു രുചിയില്ല, ഒരു ചൊടിയില്ല, നല്ലൊരു ചമ്മന്തി അരച്ചാൽ എന്താ നിനക്ക് എന്നാ ചോദിക്കുക. ഇന്നൊരു ചമ്മന്തി ഞാൻ തന്നെ വയസ്സായ ആളാണല്ലോ. വൈകുന്നേരം ചില ദിവസങ്ങളിൽ ഞാൻ ഇന്ന് ഓട്സ് കഞ്ഞി കുടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്സ് കഞ്ഞിക്ക് തൊട്ട് കൂട്ടാനായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ചമ്മന്തിയെ പറ്റിയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സാധാരണ പോലെ തന്നെ കുറച്ച് ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെപ്പറ്റി ഞാൻ പറയാം. കുറച്ച് തേങ്ങ വേണം. ഈ തേങ്ങ ചിരണ്ടിയതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നമുക്കിതൊന്ന് വറക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് വറയാവരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എപ്പോഴും തേങ്ങാപ്പൂള് തന്നെയാവണം. നമ്മളിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ വേറെ എന്തെങ്കിലും ആകുമ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കില്ലേ, ഒന്നിങ്ങനെ കീറിയിട്ട് ഇങ്ങനെ അരിഞ്ഞ്, അതുപോലെ തേങ്ങ കൊത്തായിട്ട് എടുക്കണം. പിന്നെയോ 2 കൊല്ലമുളക്, ഇതിൻ്റെ എരിവിനാവശ്യത്തിനുള്ള കൊല്ലമുളക്, ഒരു 5 കൊല്ലമുളക്, ഒരു മുറി തേങ്ങയുടെ പകുതി ഭാഗം തേങ്ങ അരിഞ്ഞത്. ഇത് കൂടാതെ 5 or 6 കുടം ചുമന്ന ഉള്ളി തൊണ്ട് പൊളിച്ചിട്ട് ഒന്നങ്ങോട്ട് കീറി ഇട്ടേക്കുക. നല്ലോണം ഒരു ചെറിയ ശിഖരത്തിൻ്റെ കറിവേപ്പില മുഴുവൻ ഇടുക. കൂടാതെ ഒരു നുള്ള് ജീരകം, 2 or 3 മണി കുരുമുളക്. ഇത് കൂടാതെ ഇതിൽ സ്പെഷ്യലായിട്ട് വരുന്ന ഐറ്റം ഇനി പറയാം. ഉപ്പ് വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം, ഒരു പച്ചമുളക് വേണം. ഇതെല്ലാം ഒരുമിച്ച് കയറി ഒരു പ്ലേറ്റിലേക്ക് ഇടുക. ഇത് കൂടാണ്ട് ഇതിലൊരു സ്പെഷ്യൽ ഒരു നെല്ലിക്കയോളം പുളി, അതും ഇങ്ങനെ പിച്ചി ഈ സാധനങ്ങളുടെ കൂട്ടത്തിൽ വയ്ക്കാം. ഇനി ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്ന ഒരു ഐറ്റം ഉണ്ട്, അതാണ് പറയുന്നത്. ഇപ്പോൾ സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ജാതിക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിൽ നിന്നൊരു ജാതിക്ക, അത് താഴെ വീണതാണെങ്കിൽ വാടി വീണതാവും. അതിനെപ്പറ്റി എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. ഒരു ജാതിക്കഞ്ഞ് പറിച്ചോളൂ. ഇപ്പോഴത്തെ അത്രയ്ക്ക് മൂത്തിട്ടുണ്ടാവില്ല ജാതിക്ക. ആ ജാതിക്ക അത് നമ്മൾ നെടുക അങ്ങോട്ട് കീറുമ്പോൾ അതിൻ്റെ ആ കുരു വരെ മുറിയും. അതിൽ ജാതി പത്രിക ചുമന്ന നിറാവണം, അത്രയ്ക്കേ ആയിട്ടുണ്ടാവുള്ളൂ. ആ ജാതി പത്രിക എടുത്തിട്ട് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഇടുക. ഉള്ളിലുള്ള മറ്റു കുരു കാര്യങ്ങളൊക്കെ കളയുക. പുറമേ ഉള്ള ജാതിക്കയുടെ തൊണ്ട് ചെത്തി കളയുക. എന്നിട്ട് പിന്നെ മാങ്ങ ചമ്മന്തി അരയ്ക്കുമ്പോൾ മാങ്ങാപ്പൂൾ ഇടണ പോലെ ചെത്തി ഈ ജാതിക്കയുടെ പുറം ഭാഗം, വെളുത്ത ഭാഗവും ഈ തേങ്ങയും മുളകും ഒക്കെ വച്ചേക്കണതിലേക്ക് ഇടുക. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലതുമായി. എന്തൊക്കെയപ്പം നമ്മൾ പറഞ്ഞ, കുറച്ച് തേങ്ങ വേണം, 5 or 6 കൊല്ലമുളക് വേണം, ഉപ്പ് വേണം, കൂടാതെ കുറച്ച് ഉള്ളി വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം, ഒറ്റയ്ക്ക് ഒരു പച്ചമുളക്, ഒരു സ്വാദിന് വേണ്ടി മാത്രം. എരിവിന് നമ്മൾ മുളക് വേറെ ചേർക്കുന്നുണ്ട്. പിന്നീട് ഒരു നുള്ള് ജീരകം, 2 or 3 മണി കുരുമുളക്. കൂടാതെ കൂടുതലായിട്ട് നമ്മൾ ചേർക്കുന്ന കറിവേപ്പില ധാരാളം, എത്ര ഇട്ടാലും ഒരു അധികമാവില്ല, ധാരാളം കറിവേപ്പില. ഇത് കൂടാതെ പ്രത്യേകമായിട്ട് ഒരു ജാതിക്കയുടെ വെളുത്ത ആ വലിയ തൊണ്ട് തൊലി കളഞ്ഞതിന് ശേഷം, തൊലി കളയണം നിർബന്ധമാണ്, ചവർപ്പുണ്ട് തൊലിക്ക്.
അതുകൊണ്ടാണ് പറയുന്നത്. ആ തൊലി കളഞ്ഞതിന് ശേഷം അതുകൂടെ ചീവി ചെത്തി ഇതിലേക്ക് ഇടുക. ഇതെല്ലാം കൂടി അല്പം എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ല കേട്ടോ, എണ്ണ. അത് ഇതയം നല്ലെണ്ണ. ഞാൻ സാധാരണ ഉപയോഗിക്കണം ഇതയം നല്ലെണ്ണയാണ്, എള്ളാട്ടിയ എണ്ണയാണ്. ആ ഇതയം നല്ലെണ്ണ ഒരു സ്പൂൺ, ഒരുപാടൊന്നും വേണ്ട, ഒരു സ്പൂൺ അങ്ങോട്ട് ഒരു ചെറിയ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ആദ്യം ഈ മുളക് മാത്രം അങ്ങോട്ട് ഇടുക. മുളക് മാത്രം ഇട്ടിട്ട് അതൊന്ന് പതുക്കനെ ഇങ്ങനെ ഇളക്കി അതിൻ്റെ നിറം ഒന്നങ്ങോട്ട് മാറിയാൽ, ഒരു ബ്രൗൺ നിറം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഐറ്റംസും ഒരുമിച്ചിടാം. അത് എന്നിട്ട് അവിടെ തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ നിൽക്കുകയാണ് പിന്നെ ചോട്ടിൽ തന്നെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇളക്കി നല്ലോണം അതിൽ നമ്മുടെ മൂപ്പ് പാകമായോ എന്ന് നോക്കാനുള്ളത് തേങ്ങാക്കൊത്തിൻ്റെ നിറം, വെള്ള നിറം ഒന്ന് മാറി ബ്രൗണിലേക്ക് ഒരു പുളിയുറുമ്പിൻ്റെ നിറം, തേനിൻ്റെ നിറം എന്നൊക്കെ പറഞ്ഞ ഒരു നിറത്തിലേക്കായി വന്നുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ്, മുളകും ഒക്കെ കൂടെ ഉപ്പൊക്കെ കൂടെ ചേർത്ത് നമ്മൾ ദോശയ്ക്ക് പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, നമുക്ക് ഇതിലേക്ക് ഒരു ഉഴുന്ന് പരിപ്പിൻ്റെ സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ ആ ദോശപ്പൊടി ഇതിലേക്ക് ഇട്ടാൽ നന്നായിരിക്കും. എനിക്കിന്ന് നോക്കിയപ്പോൾ ദോശപ്പൊടി ഉണ്ടാക്കിയത് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് വേണ്ടി ഇത്തിരി ഉഴുന്ന് പരിപ്പെടുത്ത് വറക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും നേരമില്ല. ഞാനെന്ത് ചെയ്തു, ഉച്ചയ്ക്ക് ഊണിന് കാച്ചിയ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു 2 പപ്പടം ബാക്കിയിരിക്കുന്നുണ്ട്. പപ്പടം ഞെടുത്തു, കയ്യിലിട്ട് ഒന്നും പൊടിച്ചു, ഇതിലേക്ക് ഇട്ടു, എല്ലാം കൂടെ ചേർത്ത് ഇളക്കി അവിടെ വെച്ചു. ഒരു 10 മിനിറ്റ് തണുത്തു, എല്ലാം കൂടെ ഒന്നിച്ച് മിക്സിയിലേക്ക് അങ്ങോട്ട് ഇട്ടു. ആദ്യം മുളക് മാത്രം ഇട്ടിട്ട് ഒന്നങ്ങോട്ട് പിടപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടു, അങ്ങോട്ട് അരച്ചു, നന്നായിട്ട് അങ്ങോട്ട് അരച്ചു. 2-3 പ്രാവശ്യം ഇളക്കിയിട്ട് അങ്ങോട്ട് അരച്ചു. മിക്സിയിൽ നിന്നും മാറ്റി കയ്യിലിട്ട് ഇങ്ങനെ ആട്ടി ഉരുട്ടി ഒരു ചമ്മന്തി. ഈ ചമ്മന്തിയുടെ പേരെന്താന്ന് പറയട്ടെ? ജാതിക്ക ചമ്മന്തി. എന്താണ്? ജാതിക്ക ചമ്മന്തി. ഞാൻ ഉണ്ടാക്കിയിട്ട് അധികം നേരമായിട്ടില്ല. അതിന് ശേഷമാണ് ഇതിനെ വിളക്ക് കത്തിക്കാൻ എനിക്ക്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ജാതിക്ക ചമ്മന്തി ഒന്ന് നോക്കിക്കോളൂ. ഈ പ്ലേറ്റിലേക്ക് നടുക്ക് ഇരിക്കണ ആ വലിയ ഉണ്ടയാണ് ചമ്മന്തി. അതിന് ചുറ്റും ഞാൻ വെറുതെ എല്ലാവരും ഈ ഓരോ ഭക്ഷണ സാധനം പ്രദർശിപ്പിക്കുക അലങ്കാരങ്ങളോടുകൂടിയല്ലേ. നമുക്കെന്താ ഇപ്പം അലങ്കാരത്തിന് വല്ല കുറവുണ്ടോ? ഞാനും എടുത്ത് വളച്ച് പിരിച്ചു വെച്ചു 2 കറിവേപ്പിൻ്റെ ഇതൾ. പിന്നെ ഇന്നിവിടെ മുന്തിരിങ്ങ മേടിച്ചെന്നായിരുന്നു പച്ചക്കറിക്കാരൻ വന്നപ്പോൾ. ഒരു 5-6 മുന്തിരിങ്ങ എടുത്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി അതിന് ചുറ്റും ഒന്നിങ്ങനെ നിരത്തി വെച്ചു. ഇതാ അപ്പോൾ കണ്ടോ എല്ലാവരും? ഞാനൊരു നുള്ളൊക്കെ എടുത്ത് തിന്നു. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നമ്മൾ കഴിച്ചിട്ട് വേണ്ടേ, എങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് വേണ്ടേ മറ്റൊരാൾക്ക് കൊടുക്കാൻ. ഇന്ന് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ദോശയാണ്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചമ്മന്തി കൂട്ടും. ഇഷ്ടമാണ്, പൊതുവേ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് കറിവേപ്പിൻ്റെ ഇല ഒടിക്കാൻ വേണ്ടി പോയപ്പോൾ ജാതിക്ക കണ്ടപ്പോൾ തോന്നിയ ഒരു തോന്നല. നിങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. അത്ര പുതുമയാണത് ഈ വസ്തു എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഉണ്ടാക്കിയിട്ടുള്ളവർ ഒന്നുകൂടി ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്നുണ്ടാക്കി നോക്കുന്നേ, നല്ല സ്വാദുണ്ട്. അപ്പോൾ ജാതിക്ക ചമ്മന്തി ഈ ആഴ്ചയിലെ എൻ്റെ പാചകക്കുറിപ്പ് ജാതിക്ക ചമ്മന്തി. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും ഈ പാചകം ഒന്ന് കേട്ടാലും കളിയായി പറയും കഥയല്ല, കാര്യം പറയും കഥയാണേ. ദോശയ്ക്കൊക്കെ ഈ ചമ്മന്തി നല്ലതാണ് കേട്ടോ. ഇവിടെ കുട്ടികൾ ദോശയ്ക്കാണ് ഈ ചമ്മന്തി അധികം കൂട്ടാറ്. ഞാൻ മാത്രം ഈ ഓട്സ് കഞ്ഞി കുടിക്കുമ്പോൾ കൂട്ടുന്നു മാത്രം. അല്ലാത്തപ്പോൾ ഊണിനാണെന്ന് വെച്ചാൽ ഇവിടെ ഈ പുറമെ പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നല്ല ചമ്മന്തിയാണെന്ന് അവർ പറയാറ്. ഒന്ന് നോക്കൂ. എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അടുക്കളയിൽ
അല്ലേ? നമുക്ക് അടുക്കളയല്ലാതെ കണ്ട് മറ്റൊരു ലോകം പറ്റില്ലല്ലോ. അടുക്കളയിൽ എന്തായാലും നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കണം. നിങ്ങൾ സമയവും സന്ദർഭവും പോലെ ജാതിക്ക ചമ്മന്തി ഉണ്ടാക്കൂ, രുചിയോടെ കഴിക്കൂ, മറ്റുള്ളവർക്കും കൊടുക്കൂ. കഴിയുമെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞാൽ ഇതിന് വലിയ പണച്ചെലവൊന്നും ഇല്ലല്ലോ. നമ്മുടെ കുടിക്കകത്തുണ്ടായി നിൽക്കുന്ന ജാതിക്കയല്ലേ, ഒരെണ്ണം കുറച്ചെടുക്കണം, അത്രേ ഉള്ളൂ. നന്ദി.